റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം, തങ്ങളെ പിൻപറ്റണം, തങ്ങളെ മനസ്സിലാക്കണം, തങ്ങളെ അനുധാവനം ചെയ്യണം, തങ്ങളെ ബഹുമാനിക്കണം, തങ്ങളെ യഥാർത്ഥത്തിൽ വിശ്വസിക്കണം, അവിടുത്തെ ദീനിനെ ശക്തിപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അള്ളാഹുവിനെ ആരാധിക്കേണ്ട ബഹുമാനിക്കേണ്ട തലങ്ങളിൽ മുഴുവനും പടച്ച റബ്ബിന് ആരാധനകൾ അർപ്പിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രം കൂടി ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന എല്ലാവരോടും എല്ലായ്പ്പോഴും ഉപദേശിക്കാറുള്ളത് പോലെ എൻ്റെ ശരീരത്തോടും നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ സ്നേഹിതന്മാരോടും ഉമ്മമാരോടും പെങ്ങന്മാരോടും ഒക്കെ പറയട്ടെ ഒറ്റ വാക്കിൽ, നിസ്കാരത്തിൻ്റെ വിഷയം നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് പാനപാത്രം വാങ്ങാനും യോഗ്യത വേണോ, അർഹത വേണോ? നിസ്കാരം കൈയൊഴിച്ചുകൂടാ. നിസ്കാരമില്ലാതെ നീ മറ്റു അമലുകളിലൊക്കെ എത്ര കേളിയുള്ള ആളാണെങ്കിലും, എത്ര കേമനാണെങ്കിലും കെങ്കേമനാണെങ്കിലും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ഏറ്റവും കൺകുളിർമയോടെ കണ്ട ഇബാദത്ത് മറ്റൊന്നില്ല. വഖുറത്തു ഐനി ഫിസ്സലാ. ഒരുപാട് ആരാധനകൾ മുത്തുനബി തങ്ങൾക്ക് ഇമ്പമായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു. നിസ്കാരം പോലെ കർണാനന്ദകരമായ ഒരു ഇബാദത്ത് തങ്ങൾക്ക് വേറെയില്ല. അതുകൊണ്ട് നിസ്കാരം പരടിയിൽ വെച്ച് ആഖിറത്തിലേക്ക് ഞാനും നീയും മടങ്ങരുത്. മുക്കല്ലഫായ പ്രായം മുതൽക്ക് ഒന്നെണ്ണി നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പെങ്ങളെ, സ്വലാത്തും ബുർദയും ഒക്കെ ധാരാളം ചൊല്ലി മനപ്പാടമാക്കി ഓരോ ദിവസവും അത് ഖത്മു തീർത്ത് ദുആ ഒക്കെ ചെയ്യുന്നുണ്ടാകും. നിസ്കാരത്തിനത് പകരമാകില്ല. നിസ്കാരം പരടിയിലുള്ളത് കൃത്യമായി നിർവഹിക്കലോടൊപ്പം ഒരൊറ്റ ഒന്നും കാരണമില്ലാതെ ഖളാക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ മരണം വരെ അങ്ങനെ കഴിച്ചുകൂട്ടണം. നിസ്കാരം പരടിയിലാക്കി നമ്മൾ പോകുമ്പോ ഹബീബായ തങ്ങൾ നമ്മളെ തിരിഞ്ഞു നോക്കുമോ? സ്വഹാബിമാരും ഏറ്റവും അധികം നിർവഹിച്ച് നിർദ്ദേശിച്ച് വസിയ്യത്ത് നൽകിയ വിഷയവും അത് തന്നെയല്ലേ? കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത നേരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഉമറേ ഇത്തഖില്ലാഹ യാ ഉമറൂ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം ഉമറേ. വഅലം അന്ന ലില്ലാഹി അമലൻ ബിന്നഹാരി ലാ യഖ്ബലുഹു ബില്ലൈൽ വഅമലൻ ബില്ലൈലി ലാ യഖ്ബലുഹു ബിന്നഹാർ. അല്ലാഹുവിന് പകലിൽ ചെയ്യേണ്ട ചില അമലുകളുണ്ട്, രാത്രി അത് ചെയ്താ പോരാ. രാത്രി ചെയ്യേണ്ട ചില അമലുകളുണ്ട്, അത് പകലിൽ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കൂല. രാത്രി ചെയ്യേണ്ടത് രാത്രി ചെയ്യണം, പകലിൽ ചെയ്യേണ്ടത് പകലിൽ ചെയ്തോളണം. എന്നിട്ട് പറഞ്ഞു, അന്നഹു ലാ യഖ്ബലു നാഫില ഹത്താ തുഅദ്ദാ ഫരീളതുഹു. ഫർള് നിർവഹിക്കുന്നത് വരെ സുന്നത്ത് അല്ലാഹു സ്വീകരിക്കൂല. സുന്നത്ത് ഒരുപാട് ചെയ്യും, ഫർളായ ബാധ്യത അവിടെ കിടക്കുന്നുണ്ട്. സ്വതക്കൊക്കെ ധാരാളം കൊടുക്കും, സക്കാത്തിന്റെ ഹക്ക് ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നുണ്ട്. ഫർള് വിട്ടണം, എന്നാലേ ഇക്കൊടുക്കുന്ന സുന്നത്തിന് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. സുന്നത്ത് സ്വീകരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫർളുകളൊക്കെ നിർവഹിക്കണം.
ഫർളൊരു ഭാഗത്ത് കെട്ടിക്കിടന്നുകൊണ്ട് സുന്നത്തിൽ സജീവമായിട്ട് കാര്യമൊന്നുമില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട, എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഉപദേശമാണ്. വൈന്നമാ തഖുലത്തു മവാസീനു മൻ തഖുലത്തു മവാസീനുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മീസാനുകൾ കനം തൂങ്ങുന്നവരുടെയൊക്കെ മീസാൻ കനം തൂങ്ങുന്നത് ബിത്തിബാഇഹിമുൽ ഹഖ്ഖ ഫീ ദാരിദ് ദുനിയാ. ഭൗതിക ലോകത്ത് സത്യത്തോട് പിൻപറ്റി ജീവിക്കൽ കൊണ്ടാണ്. നേരത്തെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെട്ടു പോകരുത്, ഹറാമിന്റെ സമ്പാദ്യം സ്വരൂപിക്കരുത്. സത്യമാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോഴേ ആഖിറത്തിലെത്തുമ്പോ മഹാന്മാരുടെയൊക്കെ മീസാൻ കനം തൂങ്ങിയതുപോലെ നമ്മുടെ മീസാനിനും തൂക്കമുണ്ടാവുകയുള്ളൂ. എന്നിട്ട് പറഞ്ഞു മീസാനിൻ യൂളഉ ഫീഹിൽ ഹഖ്ഖു ഗദൻ അൻ യകൂന സഖീലാ. ഹഖായ സംഗതിയിൽ അടിയുറച്ചു നിൽക്കുന്നവന്റെ മീസാൻ നാളെ ആഖിറത്തിലെത്തുമ്പോ വലിയ ഭാരമുള്ളതായി കനം തൂങ്ങും. വഇന്നമാ ഖഫ്ഫത്ത് മവാസീനു മൻ ഖഫ്ഫത്ത് മവാസീനുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മീസാൻ കനം തുറയുന്നവരുടെ മീസാനൊക്കെ കനം തുറയാൻ കാരണം ബിത്തിബാഇഹിമുൽ ബാത്തില ഫീ ദാരിദ് ദുനിയാ. ഭൗതിക ലോകത്ത് വെച്ച് അവര് ബാത്തിലിനെ പിൻപറ്റിയത് കൊണ്ടാണ്. സത്യമാർഗം അവർ കൈവച്ചു, അസത്യമാർഗത്തിൽ പലതും അവർ പിൻപറ്റി ജീവിച്ചു പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ പറ്റി പറഞ്ഞപ്പോ ആ സ്വർഗ്ഗക്കാരുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ പറഞ്ഞു. അതേ സ്വർഗ്ഗക്കാരിലെ സയ്യിഅത്തൊക്കെ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്നി ലഅഖാഫു അല്ലാ അൽഹഖ ബിഹിം. സ്വർഗ്ഗക്കാരോട് എന്നെ ചേർക്കാതിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, സ്വർഗ്ഗക്കാരോട് എന്നെ ചേർക്കാതിരുന്നാല് പിന്നെ എന്റെ ജീവിതം മുഴുവനും നഷ്ടമാണ്. സ്വർഗ്ഗക്കാരെ പറ്റി അല്ലാഹു വലിയ അമൽ കൊണ്ടല്ലേ പറഞ്ഞത്. അവസാനം മഹാനവറുകൾ പറഞ്ഞു, ഇതൊക്കെ എന്റെ നിർദ്ദേശങ്ങളായി നീ സ്വീകരിക്കണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നിർവഹിക്കണം. ഇബാദത്തിന്റെയും അമലിന്റെയും കാര്യങ്ങളിൽ കണിശത പാലിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീന ഏറ്റവും പ്രകമ്പനം കൊണ്ട് കരഞ്ഞുപോയ ഒരു ദിനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദിനമാണ്. മഹാനവറുകൾ വസിയത്ത് ചെയ്തിരുന്നു, തന്നെ കുളിപ്പിക്കേണ്ടത് തന്റെ പത്നിയായ അസ്മാ ബിൻത് ഉമൈസ് ആണ്. അസ്മാ ബീവിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചത്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഒരു ഭർത്താവിനെ കുളിപ്പിച്ച ഭാര്യ എന്ന പേരും അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹക്ക് സ്വന്തമായി കിട്ടിയ ഒരു പേരാണ്. പിന്നെ വസിയത്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരത്ത് തന്നെ മറവ് ചെയ്യണേ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരത്ത് ചാരത്ത് മറവ് ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇദാ അനമിത്തു, ഞാൻ മരണപ്പെട്ടാൽ ഫജീഉ ബി അലൽ ബാബ്, അതേ ഹുജ്റത്തു ശരീഫയുടെ വാതിൽക്കൽ എന്നെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള വിഷയം പറയണം. വാതിൽ തുറക്കപ്പെട്ടാൽ എന്നെ അവിടെ മറവ് ചെയ്യണം, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീലേക്ക് എന്നെ മടക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ കൊണ്ടുപോയി വാതിലിന്റെ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഹാദാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബിയെ തങ്ങളെ അടുത്ത് മറവ് ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഫഫുതിഹൽ ബാബ്, വാതിൽ തുറക്കപ്പെട്ടു. ആരാ തുറന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. വലാ നദ്രി മൻ ഫുതഹ ലനാ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് ആരാന്നറിയില്ല. വാതിൽ ഭദ്രമായി പൂട്ടിവെച്ച വാതിലായിരുന്നു. ഞങ്ങൾ പറഞ്ഞതോടുകൂടെ വാതിൽ തുറക്കപ്പെട്ടു പോയി. എന്നിട്ട് ഉള്ളിൽ നിന്ന് നിർദ്ദേശവും കേട്ടു, അത് നിങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കൂ. ഇദ്ഫനൂഹു കറാമതൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനത്തോടെ മറവ് ചെയ്യുന്നു. മറവ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഉമ്മുൽ ഹബീബ് ഇലൽ ഹബീബ്, എൻ്റെ ഹബീബിനെ എന്നിലേക്ക് ചേർത്തി വെക്കൂ എന്നൊരു നിർദ്ദേശവും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിച്ച് ബഹുമാനിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടിയ പദവിയാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.